നമ്മുടെയൊക്കെ ഉദ്ദേശം ശാശ്വതമായ വിജയമാണ്. അതിനാണല്ലോ നമ്മൾ ഈ പള്ളിയിൽ വരുന്നത്, നോമ്പെടുക്കുന്നത്, നിസ്കരിക്കുന്നതൊക്കെ. ശാശ്വതമായ വിജയം, പാരത്രിക വിജയം നമുക്ക് കൈവരിക്കണം എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിലെത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിന് ഖുർആനിൽ അൽ ഫലാഹ് എന്നൊരു പ്രയോഗമുണ്ട്. അൽ ഫലാഹ് എന്ന് വെച്ചാൽ അത് അഫ്ലാഹ, യുഫ്ലിഹു, ലാ യുഫ്ലിഹു ഇങ്ങനെ തുടങ്ങി ആ പ്രയോഗം 38 സ്ഥലങ്ങളിൽ 38 സ്ഥലത്ത്, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, 38 സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ വിജയം കൈവരിക്കുന്ന ആ ഒരു പ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. വേറെ പ്രയോഗങ്ങൾ, വാക്കുകൾ വേറെയുണ്ട്. ഇതിൽ ഈ 38 സ്ഥലങ്ങളിൽ പിന്നെ 9 സ്ഥലത്ത് അള്ളാഹു തആല നെഗറ്റീവ് അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല എന്നുള്ള. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ സ്ഥലങ്ങളിൽ പിന്നെ എന്താണോ പറഞ്ഞത് അത് ഒരു കാരണവശാലും നമ്മളിൽ ഉണ്ടാക്കാൻ പാടില്ല. 4 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവൻ വിജയിച്ച് നമ്മൾ പറയില്ല, അതൊക്കെ ജയിച്ച് കിടക്കുക എന്ന് പറയില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ വിജയിച്ച് കിടക്കുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ അപ്പോൾ ഇതിനൊക്കെ പലയിടങ്ങളിൽ പറഞ്ഞ സംഗതി ഞാൻ എൻ്റെ മനസ്സിലുദ്ദേശിക്കുന്ന ഒരു ആയത്ത് സൂറത്ത് അൽ മാഇദ, ഖുർആനിലെ 5-ാം അധ്യായമാണ് സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദയുടെ 35-ാമത്തെ ആയത്താണ്. ഈ ആയത്താണ് ഞാൻ കുറച്ച് ദിവസം ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ പിന്നെ ബദറുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വേറെ വരാം. പിന്നെ അവസാന 10-ന്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. എങ്കിലും അതൊക്കെ ഇടയിൽ വരുമെങ്കിൽ പോലും നമ്മൾ അവസാനം വരെ ഈ ഒരു ആയത്തുമല ഉണ്ടാകുക. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ആയത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്കൊരു വസീലയെ കണ്ടെത്തണം. വസീല എന്താണെന്നൊക്കെ പിന്നെ പറയാം, തഖ്വ എന്താണെന്നൊക്കെ പറയാം. വജാഹിദു ഫീ സബീലി, നിങ്ങൾ അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം, അല്ലെങ്കിൽ മുജാഹദ ചെയ്യണം. അതും ഞാൻ വിശദീകരിക്കാം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാം, ശാശ്വതമായ വിജയത്തിലെത്താം, പാരത്രികമായ വിജയം കൈവരിക്കാം. അപ്പോൾ 4 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 4 കാര്യം റമദാൻ അവസാനം വരെ നമ്മൾ ഓർമ്മയിലുണ്ടാകണം. പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന് ഈമാനാണ്. ഇതിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു, ഈമാനാണ് ഒരു കാര്യം. 2 ഇത്തഖുല്ലാ എന്ന് പറഞ്ഞു, തഖ്വയാണ് രണ്ടാമത്തെ കാര്യം. 3 വസീലയാണ്. 4 ജിഹാദാണ്. മറക്കരുത്, ഇതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അള്ളാഹു നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഖുർആനിലേക്ക് തുറന്നു തരുമാറാകട്ടെ. ഈമാന്, തഖ്വ, വസീല, ജിഹാദ്. നമുക്ക് ഈമാൻ എടുക്കാം. എന്താണ് ഈ ഈമാൻ? നമ്മൾ സാധാരണ വിശ്വാസം എന്ന് പറയുമല്ലോ. ഈമാനിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു നിർവചനം, സലഫുസ്സാലിഹീങ്ങൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാഅ ബിഹി മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെ മുഴുവനും പൂർണ്ണമായ മനസ്സോടെ അംഗീകരിക്കലാണ് ഈമാൻ. ക്ലിയർ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, വിശ്വാസമാകട്ടെ, കർമ്മങ്ങളാകട്ടെ, സ്വഭാവമാകട്ടെ, എന്തുമാകട്ടെ, അതിനെ മുഴുവനും പൂർണ്ണമായ മനസ്സോടെ അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇനി മറ്റു വിശദാംശങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഈമാൻ, ഈ ഈമാൻ കാര്യം, ഇതാണ് നമ്മുടെ ഈമാനാണ് നമ്മുടെ എന്താ പറയുക ഫൗണ്ടേഷൻ, അടിത്തറ. അതാണ് ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മേൽ കെട്ടിയുണ്ടാക്കുന്ന ഈ പിന്നെ കെട്ടിടം കൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല. ഈമാൻ കറക്റ്റ് ആവണം. ഇപ്പം ഈമാൻ കാര്യങ്ങൾ തന്നെ പറയാം. ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങൾ നമുക്ക് ഈമാൻ കാര്യങ്ങളാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കേണ്ടതാണ്, അല്ല ജീവിത അവസാനം വരെ ഉണ്ടാകണം. കാരണം 1-ലും 2-ലൊക്കെ തറ ഇട്ട് കഴിഞ്ഞു. എന്താണ് ഈമാൻ കാര്യങ്ങൾ? 6 അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി
വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. ഏത് മുസ്ലിമിനോടും ഏത് സമയത്ത് ചോദിച്ചാലും ഇത് കാണാതെ പറയാൻ കിട്ടണം. ചെറുപ്പക്കാരോടൊന്ന് ചോദിക്കാം. നല്ല ആ രീതിയിൽ 24 മണിക്കൂർ അത് കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, സാധാരണ ഒരു മുസ്ലിമിനോടൊന്ന് ചോദിക്കാം. ഈമാൻ കാര്യം പറഞ്ഞ എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു മുസ്ലിമിന് ഈമാൻ കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ നിർബന്ധമായും നമുക്ക് കാണാതെ പറയാൻ കിട്ടണം. പറയാൻ കിട്ടിയാൽ മാത്രം പോരാ, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അതിലൊന്നാമത്തെ കാര്യം ഒന്നെന്താ? ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. 2 വ മലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. വ കുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. വ റുസുലിഹി, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിൽ വിശ്വസിക്കുക. വൽ ഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ കുറേ സംശയങ്ങളുണ്ടാവും. ഖൈറും ഷർറൊക്കെ അള്ളാഹ് പഠിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പഠിച്ചതിന് ഇടങ്ങറാക്കണത്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും ആൻസർ കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അതിൻ്റെ ഭൗതികമായ ഒരു തലം പറയാം. അള്ളാഹ് നമ്മൾ ആരും കണ്ടില്ല. ഇപ്പം ഇന്ന് അങ്ങനെയാണല്ലോ ആളുകൾ ചോദിക്കുന്നത്. അള്ളാഹിനെ കണ്ടവരാരുമില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പഠിച്ചവനെ അള്ളാഹുവിനെ നമ്മളാരും കണ്ടിട്ടില്ല. കാണാത്ത റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഖുർആനിന്റെ തുടക്കത്തിൽ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം എന്താ അറിയോ? ആരെവിടെ എല്ലാം കണ്ടവരുള്ളത്? പണ്ടൊരു മാഷിനോട് കഥ പറയട്ടെ. ഒരു നിരീശ്വരവാദിയായ ഒരു മാഷ്, വിശ്വാസിയല്ലാത്ത ഒരു മാഷ്. നിരീശ്വരവാദി എന്നേ പറയാൻ പാടുള്ളൂ, എന്ത് പറയരുത്, യുക്തിവാദി എന്ന് പറയരുത് കേട്ടോ. നമ്മൾ അവർക്ക് ആ ഒരു നല്ല പട്ടം ചാർത്തി കൊടുക്കരുത്. അതൊരു യുക്തിയില്ലാത്ത വാദമാണ്, യുക്തിരഹിതവാദമാണ് യഥാർത്ഥത്തിൽ. യുക്തിവാദികൾ എന്നൊന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് വലുതാക്കരുത്. യുക്തിരഹിതവാദികളാണ്. അവരുടെ വാദത്തിൽ ഒരു യുക്തിയുമില്ല. അവരെ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു. ഒരു നിരീശ്വരവാദിയായ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ഇവരെങ്ങനെ ഈ നിരീശ്വരവാദത്തിലേക്ക് തള്ളിവിടണമല്ലോ. എന്നിട്ട് ഒരു പയ്യനെ വിളിച്ചു, മോന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അവൻ വന്നു. എന്നിട്ട് ചോദിച്ചു, പിന്നെ നീ ഈ കുട്ടികളൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ, കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ കുട്ടികളെ നമ്മൾ കണ്ടത്. എന്നിട്ട് മുറ്റത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇവിടെ തെങ്ങ് കാണുന്നുണ്ടോ? തെങ്ങ് കാണുന്നുണ്ട്. തെങ്ങുള്ളത് കൊണ്ടാണ് നമ്മൾ തെങ്ങ് കണ്ടത്. അതിന് തേങ്ങ കാണുന്നുണ്ടോ? ഇങ്ങനെ ഓരോ സാധനം കാണിച്ചു കൊടുക്കും. ആകാശമോ കാണുന്നുണ്ട്, സൂര്യന് എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ നീ കാണുന്നില്ലേ? എന്നാൽ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കി, എവിടെയെങ്കിലും ഈ ദൈവത്തെ കാണാനുണ്ടോ? ആ കുട്ടി പറഞ്ഞില്ല, ദൈവത്തെ ഞാൻ കാണുന്നില്ല. സിമ്പിളാണ്, ഇതത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ദൈവമുണ്ടെങ്കിൽ നമ്മൾ കാണില്ലേ? അപ്പോൾ ഒരു കുട്ടി, അല്ല ബുദ്ധിമാനായ ഒരു പയ്യൻ എഴുന്നേറ്റ്, സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അവൻ പറഞ്ഞു, അത്രേ. എടാ വേറൊരുത്തനോട്, നീ സാറിനെ കാണുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് സാറിനെ കാണുന്നത്? സാറുള്ളത് കൊണ്ടാണ്. സാറിൻ്റെ കൈ കാണുന്നുണ്ടോ? ഉണ്ട്. സാറിന് കൈയുണ്ട്. കാല് കാണുന്നുണ്ടോ? ഉണ്ട്. സാറിന് കാലുമുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട്. അവസാനം അവൻ ചോദിച്ചു, സാറിൻ്റെ തല കാണുന്നുണ്ടോ ചോദിച്ചു. സാറിന് തല ഉണ്ട്, അതുകൊണ്ട് തന്നെ തല കാണുന്നത്. സാറിൻ്റെ തലച്ചോറ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, തലച്ചോറ് കാണുന്നില്ല. സാറിനതില്ല. സിമ്പിളല്ലേ? സാറിന് തലച്ചോറുണ്ടെങ്കിൽ നമുക്ക് കാണണ്ടേ? അത് ഇളിഭ്യനായി പോയ ഒരു സാറിൻ്റെ കഥ പറയാറുണ്ട്. അപ്പം നമുക്ക് എല്ലാം കാണുക എന്നുള്ളത് അത് പ്രായോഗികമല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒത്തിരി വൈറസുകളില്ലേ? നമ്മളാരും കാണുന്നുണ്ടോ? ഇതൊന്ന് സൂം ചെയ്ത് നോക്ക്. നല്ല ലെൻസ് വെച്ച് സൂം ചെയ്ത് നോക്കിയാലേ വൈറസുകൾ നമ്മളെ തന്നെ പേടിയാവും ഇല്ലേ? വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കുടിക്കാൻ. ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ ലെൻസില്ലേ, ആ ലെൻസ് കൃത്യമായ അളവിലാണ് പടച്ചോൻ സംവിധാനിച്ചിട്ടുള്ളത്. ഈ ലെൻസിന്റെ പവർ കുറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. പവർ കൂടിയാൽ നിങ്ങളൊക്കെ ഇങ്ങനെ, നമ്മൾ ചില ആളുകളെ കണ്ണാടൊന്ന് വെറുതെ വെച്ച് നോക്കിയാൽ മതി. ഈ പവർ കൂടിയ ഗ്ലാസ് ഉപയോഗിക്കുന്നവരെ കണ്ണാട വെച്ച് നോക്കിയാൽ ഒന്നും വായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ കണ്ണ് ലെൻസ് നല്ല പവർ കൂടിയതാണെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ സൂം ചെയ്ത്
ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്നു പറയും ഞാൻ. നമുക്ക് സാധിക്കില്ല. അള്ളാഹു താല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് എല്ലാം കാണാത്തവരാക്കി എന്നുള്ളത്. എല്ലാം കാണും. ഇപ്പം ഈ ചുമരിൻ്റെ അപ്പുറത്ത് ഉള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. കാണി അപ്പുറം പോകണം. ഇത് കാണാൻ കണ്ണിന് ശേഷി ഒരു ഗ്ലാസ് പോലെ അപ്പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. കാരണം ഉറങ്ങിക്കിടക്കുന്ന തൊട്ടപ്പുറത്ത് ഈ റൂമിൻ്റെ മതിലിൻ്റെ അപ്പുറത്തായിരിക്കും വലിയൊരു പാമ്പ് കിടക്കുന്നുണ്ടാവുക. നമ്മളത് കാണാത്തത് കൊണ്ടാണ് ഇവിടെ സുഖമായിട്ട് നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് പടച്ച തമ്പുരാൻ. കാതിന് പരിധിയുണ്ട്. അത് അള്ളാഹു താല അത്രേ തന്നിട്ടുള്ളൂ. പടച്ചോനെ കാണും നമ്മൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ലൈലത്തുൽ ബദർ കമാ തറൗനൽ ബദറലെ ഖമറ ലൈലത്തുൽ ബദർ. ഇന്നക്കും സതറൗന റബ്ബക്കും, സഹാബത്തിനോട്, സഹാബത്തെ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ കാണും, പടച്ച റബ്ബിനെ കാണും. അപ്പൊ ഈ കണ്ണിന്റെ ലെൻസല്ല മാറ്റിവെക്കും, അള്ളാഹിനെ കാണാൻ കഴിയും. ഇന്നക്കും സതറൗന റബ്ബക്കും, ഏതുപോലെ കാണും? കമാ തറൗനൽ ഖമറ, നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ. ലൈലത്തുൽ ബദർ, പൂർണ്ണ നിലാവുള്ള 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ പടച്ച റബ്ബിനെ നിങ്ങൾ കാണും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? 14-ാം രാവിലെ കാണുന്ന പോലെ കാണും എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് വന്ന സംശയം എന്താ അറിയോ? പഠിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കുമല്ലേ ഈ കോടിക്കണക്കിന് മനുഷ്യർ പടച്ചവനെ സ്വർഗത്തിൽ കാണാൻ തീരുമാനിച്ചാൽ എത്ര കാലം എടുക്കുമെന്ന് അങ്ങോട്ട് എത്തിക്കിട്ടാൻ? ഈ സംശയം, ഈ പറഞ്ഞോടുകൂടി ആ സംശയം തീർന്നു. 14-ാം രാവിലെ ചന്ദ്രനെ കാണാൻ ആരെങ്കിലും എവിടെയെങ്കിലും തിക്കും തിരക്കും കൂട്ടിയിട്ടുണ്ടാ? നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്ക്, കണ്ടവര് നിങ്ങൾ കുറെ നേരമായില്ല കാണുന്നത്, ഇനി ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് കരുതി ആരെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എല്ലാവർക്കും കാണാം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും കാണാം, ഒരേ സമയം കാണാം. ഒരു തിക്കും തിരക്കിന്റെയും ആവശ്യമില്ല. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, പൂർണ്ണ നിലാവിലെ ലൈലത്തുൽ ബദറിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ തീർച്ചയായും റബ്ബിനെ നിങ്ങൾ കാണും. അപ്പോൾ പടച്ചോൻ എന്നുള്ളത് പിന്നെ നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ നാളെ പറയാം. ഇതിങ്ങനെ പോകും. എന്നിട്ട് വേണം നമുക്ക് ഈമാനിന്റെ നമ്മുടെ കൽബിലേക്ക് ഇറങ്ങേണ്ട ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ. അപ്പൊ കുറെ എന്താ പറയാ, ഈ കുറെ യുക്തിയില്ലാത്ത കുറെ ആളുകൾ ഒക്കെ രംഗത്തിറങ്ങി കുറെ ചില സംഗതികൾ പറയുമ്പോൾ അതിലൊന്നും നമ്മുടെ ചെറുപ്പക്കാരികളൊന്നും തലവെച്ച് കൊടുക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ ഹക്കായി മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന ഖുർആനിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ അദ്കാറുകളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് ഒരു നിലക്കും മാലിന്യമില്ലാത്ത തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരോടും പകയില്ലാതെ, ഹസദില്ലാതെ, ഉജുബില്ലാതെ, ഒരു നിലക്കും ആരോടും വിദ്വേഷമില്ലാത്ത തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കറകളഞ്ഞ ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കറകളഞ്ഞ ഈമാൻ നീ സന്നിവേശിപ്പിക്കണേ അല്ലാ. ഈമാനിന്റെ പ്രകാശം നൽകണേ അല്ലാ. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുമ്പോൾ നിന്നെ ദർശിക്കുന്ന മുഅ്മിനീങ്ങളിൽ, വിജയികളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ ഉൾപ്പെടുത്തണേ അല്ലാ. സന്താനങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ മഹല്ലത്തില്, ഞങ്ങളുടെ കുടുംബത്തില് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.